ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എൻ്റെ ഒരു രാത്രിക്കത്തെ ഒരു റൂട്ടീനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ നമ്മൾ രാത്രി എല്ലാ ദിവസവും ഇങ്ങനെ നല്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സംഭവം കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തെടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് പിന്നെ ഒരു തട്ടിക്കൂട്ടി താളിപ്പൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ചൊരു അടിപൊളി ചിക്കൻ കറി സെറ്റാക്കി മാറ്റി വെച്ചിട്ടാണ് വൈകുന്നേരത്തേക്കുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഈ കറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഒരു 6:30-7 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ അതിലേക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ വെച്ചിട്ട് പിന്നെ അത് നേരത്തെ അങ്ങ് ചെയ്ത് വെച്ച്. അപ്പോൾ അതായത് കുറച്ച് തേങ്ങ അരച്ചൊഴിച്ച് അതുപോലെ തന്നെ പിന്നെ അതൊന്ന് താളിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തേങ്ങ ചിരകെടുക്കുന്ന സംഭവം ഇല്ലാത്ത കാരണം ഞാൻ കത്തി കൊണ്ട് തന്നെ തേങ്ങ അങ്ങനെ അടർത്തിയിട്ട് പിന്നെ അത് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കട്ടെ ചെയ്തത്. പിന്നെ നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെയും കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം കറിയുടെ പരിപാടി എളുപ്പത്തിൽ കഴിഞ്ഞിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മൾ ബാൽക്കണിയിൽ ഉണക്കിയ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വന്നിട്ട് ആണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഒന്നും വെള്ളം വരാറില്ല. അപ്പോൾ വെള്ളം ഇടക്ക് വാൾവ് പൂട്ടുന്നതാണ് സംഭവം. പക്ഷെ നമുക്ക് നമ്മളുടേതായ ഇഷ്ടത്തിന് പെരുമാറിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളെ സൗകര്യത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ഒരാഴ്ചത്തോളമൊക്കെ ഇവിടെ വെള്ളം കിട്ടാതിരുന്നിട്ടുണ്ട്. നമുക്ക് ടാങ്കർ വരാതെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പണികളൊക്കെ നമ്മൾ വെള്ളമുള്ള ടൈമിൽ തന്നെയാണ് ചെയ്ത് വെക്കാറാണ്, പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല. അതുപോലെ നമുക്ക് ഡെയിലി അലക്കാൻ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം വെള്ളം എപ്പോഴാണോ ഓഫാക്കുക എന്ന് അറിയാത്ത കാരണം അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കൂട്ടാ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി വെച്ചല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ സൈഡായിട്ട് കൊടുക്കുന്നത് പത്തിരിയാണ് കേട്ടോ. നല്ല അടിപൊളി നൈസ് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ച്. എന്തായാലും കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഈ പത്തിരിയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നൈസ് പത്തിരിയാണ്, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സംഭവങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഡബിൾ ഓട്സിൻ്റെ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ നല്ല പണിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു പൊടി കിട്ടിയതിൻ്റെ വെച്ച് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പത്തിരി ഉണ്ടാക്കാറുണ്ട്. സംഭവം നമ്മൾ മറ്റേത് മാതിരി നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് കുഴച്ച് കൈയൊക്കെ പൊള്ളി ഇത് അത്രയൊന്നും പണിയില്ല, നല്ല സിമ്പിളാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. പക്ഷെ എങ്കിലും ഞാനിവിടെ ഇടയ്ക്കിപ്പോൾ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തതൊക്കെ. കുറച്ച് ഉപ്പും വെള്ളമൊക്കെ എടുത്തിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ പത്തിരിയുടെ ഇതിലാക്കി ചാമ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബോൾ ചെയ്യുന്ന ടൈമിൽ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് തടവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ സ്റ്റിക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയെടുത്ത് എല്ലാതും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പത്തിരിയുടെ പരിപാടിയും വേഗം തന്നെ കഴിഞ്ഞിട്ട് ഈ പത്തിരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ സാധാ പച്ചരിപ്പൊടിയായിട്ടല്ല അത് പത്തിരിപ്പൊടി എന്ന് തന്നെ പറഞ്ഞിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. ഡബിൾ ഓട്സിൻ്റെ അതൊരു 1/2 കിലോൻ്റെ പാക്കറ്റ് മേടിച്ച് അത്യാവശ്യം നല്ല ഉണ്ടാക്കാറുണ്ട്. ഞാൻ 1/2 കിലോൻ്റെ പാക്കറ്റ് മേടിച്ച് എനിക്ക് 3-4 വട്ടമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും പിന്നെ പത്തിരിപ്പൊടിയിൽ തന്നെ ഇത് പരത്തിയെടുക്കാനും പറ്റാറുണ്ട്. പിന്നെ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ 2 സൈഡിലും തടവി കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒട്ടി പിടിക്കുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മളെ കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാറാണ് ഇട്ടുള്ളത്. അപ്പോൾ എന്തായാലും പത്തിരി പരത്തലും മറ്റേത് പറഞ്ഞ മാതിരി ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല. അത് നല്ല സിമ്പിളാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പത്തിരിപ്പൊടി മേടിച്ചിട്ടിട്ടാ. അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണത് നല്ലത് ഏൽക്കൂല എന്ന് തന്നെയാണ് തോന്നുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമായിരിക്കും. സംഭവം നല്ല നൈസായിട്ട് ഇത് കണ്ട പേപ്പർ പോലെ പരത്തിയെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് മനസ്സിലാവാത്തത്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പത്തിരി ഇത്ര സിമ്പിളായിട്ട് നൈസായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ ചുട്ടെടുക്കലൊക്കെ സാധാ പത്തിരി പോലെ തന്നെ എനിക്കിത് അത്രയും യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്നും ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണേൽ അത് ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ്. ചിലർ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അതിൽ എൻ്റെ ചാനലിൽ ഉണ്ടാവുന്ന പോയിട്ട് കണ്ടോക്കണേ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ അടുക്കള ഒരു യുദ്ധങ്ങളായിട്ടുണ്ടാവും. പിന്നെ പത്തിരി ഉണ്ടാക്കി എടുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ്. ഞാൻ പറഞ്ഞില്ല നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. നമ്മളെ സൗകര്യത്തിന് നിൽക്കുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും അത് ചൂട് കൊടുക്കാൻ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് പാത്രം 1-2 പാത്രങ്ങളൊക്കെ ഉള്ളൂ. കറിയൊക്കെ നമ്മൾ നേരത്തെ വെച്ചാൽ പിന്നെ തേങ്ങ അരച്ചിട്ടൊക്കെ ആക്കിയ കാരണം അത്ര കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടെന്ന്. അപ്പോൾ ആ പരന്ന 1-2 പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നല്ല മഴക്കോളുണ്ട് കേട്ടോ. നിങ്ങൾ സൗണ്ട് കേൾക്കണ്ട, ഇടി മോറലുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടൊരു മഴ പെയ്യുമെന്ന്. എത്ര ദിവസമായി വെള്ളമില്ലാതെ. ഇവിടെ മൊത്തത്തിൽ എത്രയോ മലയാളികൾ നാട്ടിലേക്ക് പോയിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം.
നല്ല മഴക്കാറുണ്ട് കാരണം നല്ല മഴക്കാറും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടാ. ഇന്നെങ്കിലും ഒരു മഴ പെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ ചെറുതായിട്ടൊക്കെ മഴ പെയ്തെന്നൊക്കെ പറയുന്നത് വിഷുവിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ. ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു മഴ കാണാൻ കൊതിയായി. അപ്പോൾ അതാ നമ്മളെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. റൂമിൽ ആകെ അലമ്പാക്കിയിട്ടിട്ടുണ്ട്. മോനൊക്കെ വലിച്ച് വാരി പരത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനും അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വെടുപ്പാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഷർട്ട് ഇസ്തിരി ഇടുക. പിന്നെ നമ്മൾ അല്ലറ ചില്ലറ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാത്രിക്കത്തെ റൂട്ടീനും ഇവിടെ കലാശക്കൊട്ടായി. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ അതുപോലെ നല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ചിലപ്പം ചായയും കടിയും കറിയൊക്കെ ഒരു സമയം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം കടി ഉണ്ടാക്കാണ്ടാവില്ല, കറി ഉണ്ടാക്കാണ്ടാവും. അങ്ങനെയൊക്കെ എല്ലാവരെയും പോലെ തന്നെ. പിന്നെ നമ്മളിവിടെ രാത്രി ചോറ് കഴിക്കൂല കേട്ടോ. നമുക്ക് ചായൻ്റെ കടി തന്നെ വേണം. അപ്പോൾ ഇവിടെ മാത്രം, നാട്ടിലാണെങ്കിൽ നമ്മൾ ചോറൊക്കെ കഴിക്കൂട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഇവർക്കൊക്കെ ചോറ് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ കടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിനെ കഴിക്കും. മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റും അതന്നെ ആക്കിയെടുക്കാറാണ് കേട്ടോ. അതുപോലെ പിന്നെ നമ്മളിവിടെ എടുക്കാനൊക്കെ ലേറ്റ് ആവുന്ന കാരണം തലേ ദിവസം തന്നെ ചില ദിവസങ്ങളിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കിടക്കാറ് തന്നെയാണ് കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ സംഭവം ഇതാണ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിന് തന്നെ സാധാരണ എല്ലാവർക്കും നല്ല വ്യൂസ് കുറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വ്യൂസുള്ള ഒരു 20,000 വ്യൂസൊക്കെ കിട്ടുന്ന ചാനലാണെങ്കിൽ അത് നേരെ 10,000 വ്യൂസ്, അതുപോലെ തന്നെ 8,000 വ്യൂസ് അതിലേക്കൊക്കെ കുറഞ്ഞു പോയി. അതുപോലെ എനിക്ക് ആകെ 500-600 വ്യൂസൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുള്ളൂ. അതിപ്പോൾ 8-9 10ലൊക്കെ സ്റ്റക്ക് ആയിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ചിലർ കാണുന്നവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊരു മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസിനൊക്കെ 70-80 വ്യൂസൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇടി വെട്ടണ കേൾക്കുന്നുണ്ടാ? എന്തായാലും നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. മഴ ഒന്ന് പെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. നമ്മൾ കട്ടിൽ കിടക്കാറില്ല കേട്ടോ. അവിടെ നമ്മൾ നിലത്ത് ബെഡിട്ടിട്ടാണ് കിടക്കാറ്. കട്ടിലുണ്ട്.